പഴുത്ത ചക്ക വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ചക്ക സീസണലാണല്ലോ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പഴുത്ത ചക്ക എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഈ പഴുത്ത ചക്ക വെച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികളൊക്കെ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചിട്ട് പോകും. അപ്പോൾ ഞാനിവിടെ ഏകദേശം 20 ചുളയോളം ചക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഴുത്ത ചക്കയാണ് എടുത്തത്. ഇനി ഇത് ഞാനൊരു മിക്സറിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്താൽ മതി. ഞാനിതിൽ 1/4 കപ്പിലും കുറച്ച് മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ആ ചക്കയുടെ പഴുപ്പിനൊക്കെ അനുസരിച്ച് മാത്രമാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാൻ. ഇത്ര മാത്രമേ വെള്ളം വേണ്ടൂ, ഒരുപാട് വെള്ളം വേണ്ട. നമ്മളുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെയാണ് വേണ്ടത്. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1 കപ്പ് മുഴുവനായിട്ടും ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മൈദക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ചക്കയുടെ കൂട്ടുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ മൈദ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവ് തോന്നി. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. പിന്നെ 1 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ കൂട്ടിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതുപോലെ കുറച്ച് തിക്കായ കൂട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അതായത് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ 1 നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. നമ്മുടെ കൂട്ട് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നമ്മുടെ കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഓരോ സ്പൂണായിട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സൈഡ് ചെറുതായിട്ട് ആയി തുടങ്ങുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിലാവും കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളോട്ട് വേവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കൂ, നമ്മളുടെ ചക്ക കൊണ്ട് ഉണ്ടാക്കിയ പൊരികളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഉണ്ടാക്കുകയാണ്. നോക്കൂ, നമ്മളുടെ നല്ല സോഫ്റ്റാണ് നമ്മളുടെ ചക്കേനെ കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയുടെ ചൂട് ഒരുപാട് ലോ ആക്കി വെക്കരുത്, മീഡിയമിലാണ് വേണ്ടത്. അപ്പോഴാണ് അത് നന്നായിട്ട് പൊന്തി വരിക. പിന്നെ ഒരുപാട് ഹൈ ആക്കി വെക്കുകയും ചെയ്യരുത്. ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്കേനെ കൊണ്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. അത് ചക്കയുടെ ടേസ്റ്റ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് വരുമൊന്നുമില്ല, ആർക്കും മനസ്സിലാവുക തന്നെ ചെയ്യില്ല ചക്കേനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചക്ക ഇഷ്ടമില്ലാത്തവർക്ക് കൂടെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മളുടെ ഇത് ഞാനൊന്ന് പൊട്ടിച്ചുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മളുടെ അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചക്ക ഉപയോഗിച്ചുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു.